സ്വപ്ന സുരേഷ് ഇപ്പോൾ ഇന്റർവ്യൂകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പലതും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെതിരെയുള്ളതായതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് സരിത എസ് നായർ എന്ന് പറയുന്ന ലേഡിയെ കൂടി നമ്മൾ ഓർക്കേണ്ടി വരുന്നത്. രണ്ടും പ്രധാനപ്പെട്ട കേസുകൾ തന്നെയാണ്. രണ്ടും അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷേ ഈ സോളാർ കേസ്, ആ കേസിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങുമായില്ലല്ലോ. ആകണം. കാരണം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് സോളാർ കേസ് കത്തി നിൽക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ എറണാകുളം പനമ്പള്ളി നഗറിലുള്ള കോടതിയിൽ വന്നാണ് മണിക്കൂറുകൾ ഇരുന്ന് മൊഴി നൽകുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ശ്രീ സതീശൻ ഉമ്മൻചാണ്ടിയുടെ പേരില് 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമൊക്കെ പ്രഖ്യാപിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് അർഹതപ്പെട്ട അംഗീകാരം എന്ന നിലയിൽ കോൺഗ്രസുകാർക്കിടയിലുള്ള പ്രീതി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ പല പദ്ധതികളൊക്കെ അനൗൺസ് ചെയ്യും നമ്മൾ കേൾക്കുന്നു. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, എന്താണ് ഇതിന് പുറകിൽ, സോളാർ കേസിന് പുറകിൽ ഉണ്ടായിട്ടുള്ള യഥാർത്ഥ കാര്യം എന്നറിയുവാനായിട്ട് കേരളീയർക്ക് താല്പര്യമുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണ് ശ്രീമതി സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. അവർ പറയുന്നു, ഇപ്പോൾ ഭരണം മാറിയ സ്ഥിതിക്ക് ജീവനിൽ ഭയമില്ലാതെ മക്കളോടൊപ്പം കേരളത്തിൽ എനിക്ക് താമസിക്കുവാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത് എന്നാണ് ശ്രീമതി സ്വപ്ന സുരേഷ് പറയുന്നത്. ശരി, നല്ല കാര്യം തന്നെ. അവരുടെ കേസും നമ്മൾ അന്വേഷിക്കണം. അവർ പറയുന്നുണ്ട്, നമ്പർ 1 കേരളത്തിൽ നമ്പർ 1 ഫാമിലി ആയി നിന്നിരുന്നത് ശ്രീ പിണറായി വിജയന്റേതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവിടുത്തെ നമ്പർ 1 അംഗം പിണറായി സഖാവ് ആയിരുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും ഒരു ന്യൂസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചത് അദ്ദേഹം തീരുമാനിക്കുന്നു, അദ്ദേഹം കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ അല്ല. നമ്മൾ തമാശയായിട്ടെങ്കിലും പറയുന്ന പോലെ എല്ലാ വീട്ടിലും വീട്ടമ്മയാണ് ഭരണത്തിന് കീഴിലാണ് കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ കമലയിടത്തെയാണ് ആ വീട്ടിലെ ആഭ്യന്തര കാര്യങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിരുന്നത് എന്നാണ് ശ്രീമതി സ്വപ്ന സുരേഷ് പറയുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത്, പല അഖിലേന്ത്യാ ഇന്റർനാഷണൽ തലങ്ങളിലുള്ള കാര്യങ്ങൾ പോലും കൺട്രോളിങ് ചരട് അവരുടെ കയ്യിലായിരുന്നു. ഇപ്പോ ശിവശങ്കരൻ എന്ന് പറയുകയാണെങ്കിൽ, സ്വപ്നയുടെ വാക്കുകൾ കൂട്ടിയാണെങ്കിൽ, ഒരിക്കൽ പോലും അദ്ദേഹം ഒരു അറിയപ്പെടുന്ന CPM അനുഭാവിയായിരുന്നില്ല. കൺഫേർഡ് IAS ആണ് കേട്ടോ. എന്നിട്ട് CPM-ലേക്ക് വന്നതിന് ശേഷം പിണറായിയോടുള്ള ഭ്രാന്ത് മൂത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന മൂത്ത് ആണ് അദ്ദേഹം വല്ലാണ്ട് എന്ത് കാര്യങ്ങളിലേക്കും തല കുനിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനായി മാറിയത്. അവര് തന്നെ പറയുന്ന, അധികാരം ഒരു മനുഷ്യനെ എത്ര അടിമയാക്കും, അല്ലെങ്കിൽ എത്ര അദ്ദേഹത്തിന് അധികാരം കയറിയിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോലും അദ്ദേഹം പോയി എന്നാണ് സ്വപ്ന പറയുന്നത്. ശിവശങ്കരൻ ഈവൻ ഇപ്പോൾ പോലും അദ്ദേഹം വയ്യ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നെങ്കിൽ പോലും സ്വപ്നയുടെ അഭിപ്രായത്തില് എല്ലാ കാര്യങ്ങളും പിണറായിക്ക് വേണ്ടി നോട്ട്സ് ചെയ്ത് കൊടുക്കലും പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയാലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ശിവശങ്കരനാണെന്നാണ് പറയുന്നത്. അപ്പൊ കമലയാണ് ആദ്യം പോയിന്റ് ചെയ്യുന്നത്. കമലയാണ് പിണറായിയുടെ പുറകിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരിക്കൽ പോലും നമ്മളൊരു മുഖ്യമന്ത്രിയോടൊപ്പം, ഒന്നാമത് ഇത്രയും ഇന്റർനാഷണൽ യാത്ര ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാമിറ്റി വന്ന ഏതെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ പോകുന്നല്ലാണ്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ കമല പാന്റ് വരെ ഇട്ട്, കോട്ട് വരെ ഇട്ട് പിണറായി സഖാവിനോടൊപ്പം വലിയ ബാഗും നല്ല വലിയ വിലയുള്ള ഹാൻഡ് ബാഗുകളൊക്കെ തൂക്കി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുമകനും മകളും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ഇത്രയധികം വിദേശ യാത്ര? റൂം ഫോർ റിവർ ഹോളണ്ടിൽ പോയിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ തമാശയായിട്ട് കൗൺസിലർമാരായിരിക്കും പറയും, ശരി അവിടെ പോയി പഠിച്ചോണ്ടൊരു വാക്ക്, ഗീവ് റൂം ഫോർ റിവർ. നമ്മുടെ ഡിവിഷനെ തന്നെ കൊടുത്തിരിക്കുന്നു, അത്ര വെള്ളപ്പൊക്കമാണ്. അവിടെ പോയി എന്ത് പഠിച്ചു? അതിന്റെ ഒരു ധവളപത്രം ഇവർ ഇറക്കണം. സ്വപ്ന പറയുന്നത് പോലെ, സ്വപ്ന പറഞ്ഞ കാര്യമല്ല, ഞാൻ പറയുകയാണ്, പിണറായി ഇത്രയധികം വിദേശ യാത്രകൾ നടത്തി, വിദേശ രാജ്യങ്ങളിൽ പോയി 5 പൈസയുടെ നിക്ഷേപം ഇവിടെ വന്നായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമ്മളുടെ പൈസ കൊടുത്താണ് ഇത്രയും വലിയ ഉദ്യോഗസ്ഥ വൃന്ദമായിട്ട് അദ്ദേഹം പോയത്. നമ്മളുടെ പൈസയിലാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ പ്രബുദ്ധ കേരളം, ടാക്സ് പേയേഴ്സ് കേരളം ആവശ്യപ്പെടുന്നു, എത്ര രൂപ ചെലവാക്കി എന്താണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഈ പോയി രാജ്യം കാണാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കീശ വീർത്തതല്ലാണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സകുടുംബം ലോകരാജ്യങ്ങൾ കണ്ടത് ഒഴിച്ച് എന്താണ് കേരളത്തിലേക്ക് വന്ന മുതൽ മുടക്ക് എന്ന് നമുക്കൊന്നും അറിയണ്ടേ? അപ്പൊ ആദ്യം സ്വപ്ന ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആവശ്യപ്പെടുകയാണ്, നമ്മളുടെ ചെമ്പിൽ വന്ന
അതെ. സ്വർണത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനായിട്ട് വി.ഡി. സതീശൻ തയ്യാറാകണം. അത് ഇവിടെ പോയി എന്ന് നമ്മൾ അറിയണം. കേരളത്തിൽ തന്നെയാണോ പോയത്, കേരളത്തിന് പുറത്തേക്കാണോ പോയത്, കേരളം ഒരു ട്രാൻസിറ്റ് പോയിന്റ് മാത്രമായിരുന്നു, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, പിണറായി സഖാവിനും കമല സഖാത്തിക്കും ഒക്കെ മനസ്സറിവുണ്ടെങ്കിൽ അവരുമൊക്കെ ഇതിൽ ഇംപ്ലിക്കേറ്റഡ് ആവണം. അതൊരു അതെ. ക്ലോസ് ചാപ്റ്റർ അല്ല. പിന്നെ ഉം, ഈ ഏത് യാത്രയ്ക്ക് പോയാലും ഉം. നമ്മൾ ശ്രദ്ധിക്കുകയും ആ 10 വർഷം നമ്മൾ എപ്പോഴും നോക്കിയിരുന്ന കാര്യം എന്ന് പറയുന്നത് ദുബായ് ഒരു സെന്റർ പോയിന്റ് ആ ആയിരുന്നു. ഒരു പോയാലും വരാലും ഒരു ഹബ്ബ് അതെ. അവിടെയാണ്. എവിടെ കൂടെയൊക്കെ നമുക്ക് അമേരിക്കയ്ക്ക് പോകാം. ദുബായ് ഹബ്ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് അമേരിക്കയ്ക്ക്, കുറച്ച് സമയം കൂടുതൽ ഇരിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വയ ഇംഗ്ലണ്ട് പോകാം, എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷെ ഓരോ യാത്രയിലും ഒരു സ്റ്റോപ്പ് ദുബായിലുണ്ട്. ദുബായിലുണ്ട്. അതെന്തിനാണത്? അവിടെ അതിപ്പോ അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ട്, അതെ കാണാനാണെന്നൊക്കെ അതെ അതെ. പറയുന്നു. കാണാനാണെങ്കിൽ അതും നമ്മുടെ ചെലവിൽ പോണോ? വേണോ? വേണ്ട. പിന്നെന്താ പ്രചോദനം ഇങ്ങനെയൊക്കെ അല്ല, സംസാരിക്കുന്നത്? അങ്ങനെ ആയിരുന്നല്ലോ നറേറ്റീവ്. നറേറ്റീവ് അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അത് സത്യമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത്രയും ഒരിക്കലുമല്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ജേർണലിസ്റ്റ് അല്ലേ? ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മകൻ അതൊരു അച്ഛൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ദൂരം മാത്രമേ മകൻ ഇങ്ങോട്ട് വരാനുള്ളൂ. ഏതെങ്കിലും നല്ല മകനാണെങ്കിൽ ശരി, എന്നാൽ അച്ഛൻ ഇത്ര പ്രൗഢിയിലിരിക്കണം, ഞാൻ ഇവിടെ ഒന്ന് കണ്ടേക്കാം, അച്ഛന്റെ കാര്യങ്ങളൊന്ന് വിചാരിക്കുമല്ലോ. അല്ല, ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലായ്മ ഞാൻ അങ്ങനെ പൈസയുടെ കാര്യമില്ല, പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും മകനൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്ത കാരുണ്യവാനായ പിതാവാണ് അതെ, അതെ. രണ്ട് മക്കളെ അല്ലേ. നമ്മൾ ഇതിനെ കുറിച്ചൊരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റോറി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല ദുബായ് ട്രാൻസിറ്റ് പോയിന്റ് ആക്കാനുള്ള കാരണം അതല്ല. പ്രൊഫസർ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്, അതും അന്വേഷിക്കണം. എന്തിനു ദുബായിൽ പോയി, എത്ര ദിവസം അവിടെ താമസിച്ചു, ആരെയൊക്കെ കണ്ടു, മകന്റെ കൂടെയാണോ താമസിച്ചിരുന്നത്? നമ്മളുടെ 2020 നേതാവ് ഇതുണ്ടല്ലോ, കിറ്റെക്സിന്റെ സാബു, ശ്രീ സാബു പറയുണ്ടായിരുന്നു, 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപയുടെ മുറികളിലാണ് താമസിച്ചിട്ടുള്ളത് ഇദ്ദേഹം. ശ്രീ സാബുവിന് ഇത്രയും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് പോലും അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാരും സാധാരണ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് വില വരുന്ന മുറികളിലാണ് ശ്രീ പിണറായി താമസിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, 2 പേർക്ക് വീട് വെച്ച് കൊടുത്തൂടെ, അല്ലെങ്കിൽ 1.5 വീടെങ്കിലും വെച്ചു കൊടുക്കത്തൂടെ ഒരു ദിവസത്തെ താമസം വാടക കൊണ്ട്? ഇതാണോ സോഷ്യലിസം എന്ന് പറയുന്നത്? അതുമൊക്കെ ഒന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. എത്ര രൂപയായിരുന്നു ശ്രീ വി.ഡി. സതീശൻ, ധനകാര്യവും കൂടെ അദ്ദേഹം അല്ലേ ഇപ്പൊ കൈയാളുന്നത്, എങ്ങനെയൊക്കെയായി നോക്കണം. ഇനി സരിതയാണ് ആദ്യം ചോദിച്ച പോയിന്റ്. വി.ഡി. സതീശൻ ചില്ലറ ജോലിയൊന്നും അല്ല കേട്ടോ, നല്ല ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കാണിച്ചിട്ടുള്ള ആർജവത്തോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്താൽ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം. ഇനി പുറത്തേക്ക് തല പൊക്കാൻ പറ്റാത്ത വിധത്തിൽ കുറെ നേതാക്കന്മാരെ നമുക്ക് പൂട്ടേണ്ടിയായിട്ടും വരും. ഇപ്പൊ ശ്രീ വി.ഡി. സതീശൻ തുടങ്ങേണ്ടത് സരിതയിൽ നിന്ന് തന്നെയാണ്. അവിടെ വെച്ചാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവര് അപമാനിതരായിട്ട് ഒരു പ്രതിച്ഛായ എന്നൊരു സിനിമ ഈ ഇടയ്ക്ക് വന്നിരുന്നു, കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു കഥ തന്നെയാണ്. ഒരു സ്ത്രീ ട്രാപ്പ് ചെയ്യുന്നതും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അതിലേക്ക് ട്രാപ്പ് ചെയ്യുന്നതും പിന്നെ അങ്ങനെ പുറത്തേക്ക് വരുന്നതും മകന്റെ സഹായത്തോടു കൂടി എന്നൊക്കെ ഉള്ളത് ഒരു കഥയാണ്. അപ്പൊ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് അല്ല, ശ്രീ ഉമ്മൻചാണ്ടി അന്ന് കോടതി വെറുതെ വിട്ടു. മണിക്കൂറുകളാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിനൊന്നും പേടിക്കാനില്ല. അദ്ദേഹം അവിടെ വന്ന് കോടതിയുടെ മുമ്പിൽ എത്ര മണിക്കൂറുകൾ ഇരുന്നു? ആരും തല്ലിപ്പൊളിക്കാൻ വന്നോ? സ്വന്തം വീട്ടില് 9 മണിക്കൂർ ഇരുന്നതിന് തല്ലിപ്പൊളിച്ചു. ഇവിടെ കോടതിയിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കോടതിയുടെ മുമ്പിൽ വന്ന് മണിക്കൂറുകൾ, ഈ 9 അല്ല അത് കൂടുതൽ മണിക്കൂർ ഇരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ആരെങ്കിലും എന്തെങ്കിലും തല്ലിപ്പൊളിക്കാൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആരും വന്നില്ല. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് എല്ലാം രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ പീഡന കേസുകൾ CBI വഴി പൂർണ്ണമായിട്ടും നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വ്യാജ കത്തുണ്ടാക്കി ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ വിചാരണ നേരിടുകയാണ്. വിചാരണ ഇപ്പൊ എവിടം വരെ? അതൊക്കെ ഒന്ന് പേപ്പർ പുറത്തേക്ക് കൊണ്ടിട്ടെ. ശ്രീ ഗണേഷ് കുമാർ ഇപ്പൊ ഒന്നുമല്ലല്ലോ, MLA അല്ല, ഒന്നുമല്ല. അദ്ദേഹത്തിന് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല. അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്ക് വന്നിരുന്ന മൊഴി നൽകാമെങ്കിൽ ഒരു MLAക്കും വന്ന് മൊഴി നൽകാമല്ലോ. അപ്പൊ ഇതിൽ അന്ന് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും, സരിതയുടെ കേസിലാണെങ്കിലും സ്വപ്നയുടെ കേസിലാണെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാം പൊടി തട്ടിയെടുക്കണം. സതീശൻ ആർജവമുള്ള മുഖ്യമന്ത്രിയാണ്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, സാധാരണക്കാരാവട്ടെ, എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും ആദ്യത്തെ ചുമതല. അപ്പൊ ശ്രീ സതീശൻ ചെയ്യേണ്ടത് ധനമന്ത്രി എന്ന നിലയിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ടാക്സ് പൈസ വെച്ച് പിണറായി സഖാവും കുടുംബവും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന
ഉദ്യോഗസ്ഥരും എന്തൊക്കെ ചെയ്തു, ആവശ്യമുള്ള കാര്യത്തിനാണോ ഉപയോഗിച്ചത്, തിരിച്ച് നമുക്ക് എന്ത് റിട്ടേൺ കിട്ടി, എന്ത് നമ്മൾ ചെലവാക്കുമ്പോഴും ഇപ്പൊ നമ്മളൊരു അതെ ഡ്രസ്സ് മേടിക്കാൻ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് ഒരു ഡ്രസ്സ് വരും, നമ്മളൊരു തട്ടുകടയിൽ പോയിട്ട് 10 രൂപ കൊടുത്താൽ ചായക്കപ്പം നമ്മുടെ കയ്യിൽ കിട്ടും ഉം. അല്ലേ? അതുപോലെ കേരളത്തിന് എന്ത് തിരിച്ചു കിട്ടി ഇവിടെ യാത്രകൾ കൊണ്ടെന്ന് നമുക്കറിയണം. സ്വപ്ന സുരേഷ് വളരെ ആധികാരികമായിട്ട് വന്നിരിക്കുന്നു. എന്നാൽ ശ്രീമതി സരിതയെ കുറിച്ച് നമ്മൾ അധികം നാളൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ഈ ഓരോ കഥകളും പുറത്തേക്കെടുത്ത് ചെകഞ്ഞ്, കഥകളല്ല നടന്ന കാര്യങ്ങൾ ഉം. പുറത്തേക്കെടുത്ത് ചെകഞ്ഞ് അതിൽ നെല്ലും പതിരും മാറ്റി വെക്കണം. എത്ര നെല്ലുണ്ട് എത്ര പതിരുണ്ടെന്ന് അറിയാൻ നമ്മൾക്ക് അർഹതയുണ്ട് കേരളീയർക്ക്.